അതായത് എല്ലായ്പ്പോഴും കോൺഗ്രസിനെ കുറിച്ച് വിലയിരുത്തുന്നത് ഇവർ തമ്മിൽ തല്ലുമ്പോൾ എല്ലാവരും പറയുന്നത് അതങ്ങനെ തല്ലട്ടെ, അവർ തമ്മിൽ തല്ലിയാണ് അവർ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആ ഒരു ശേഷി ആർജിക്കുക എന്നുള്ളതാണ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം. അത് അങ്ങനെ ആ സംഗതി ഇപ്പം നടക്കുന്നില്ല എന്നുള്ള പ്രശ്നം. പക്ഷേ ഒരു കാര്യമുണ്ട് സതീഷേ, ഒറ്റ കാര്യം കൂടെ, ഇതിനകത്ത് പകുതിയെങ്കിലും ചെറുപ്പക്കാർ വരണം എന്നുള്ള ആലോചന കോൺഗ്രസിൽ നടന്നിട്ടുണ്ട്. പുതിയ തലമുറ വരണം എന്നുള്ള ആലോചന, മുതിർന്ന ആളുകൾ പകുതി വരണം എന്നുള്ള ആലോചനയുണ്ട്. ആ നിലയ്ക്ക് ശേഷിയുള്ള നേതൃശേഷി തെളിയിച്ച ആളുകൾ ആ നിലയ്ക്ക് കുറേ പേര് വരണമെന്ന് പലരെയും ആലോചിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഇങ്ങനെ കയ്യാലപ്പുറത്തിരിക്കുന്ന മണ്ഡലങ്ങൾ പലതും പിടിച്ചെടുക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും ഇപ്പോൾ ചില മാധ്യമപ്രവർത്തകരടക്കം മത്സരരംഗത്ത് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. തരത്തിലുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് പോകും. ഇപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ഇവർക്ക് നെഗറ്റീവായിട്ടുള്ളത് ഹർഷ, അതായത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലെ മുന്നേറ്റമാണ്. കാരണം എം പി ഗോവിന്ദ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഈ വിലയിരുത്തൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അമിത ആത്മവിശ്വാസം ഉണ്ടായി, എനിക്ക് പോലും അമിത ആത്മവിശ്വാസം ഉണ്ടായി എന്ന്. അതായത് അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിലൊരു തിരിച്ചടി അവർക്കുണ്ടായി. അപ്പോൾ എന്താ സംഭവിക്കുക? നന്നായിട്ട് തെരഞ്ഞെടുപ്പ് മെഷറി ചലിപ്പിക്കാൻ അറിയാവുന്ന, ആ കാര്യത്തിൽ വലിയ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ നേതാക്കൾ ഒന്നുകൂടെ ജാഗരൂകരായി. യഥാർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നോട്ട് പോക്കാണ് കോൺഗ്രസിന് ആയിട്ടുള്ളത്, അവരുടെ ആത്മവിശ്വാസം കൂട്ടിയിരിക്കുന്നത്. അതുതന്നെയാണ് അവർക്ക് നെഗറ്റീവായിട്ടും വരാൻ പോകുന്നത്. എങ്ങനെ? ഈ അർത്ഥത്തിൽ മറ്റവർക്ക് ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരല്പം മുന്നേറ്റമാണ് LDFന് കിട്ടിയിരുന്നെങ്കിൽ അവർ ഈ വീക്കായിട്ട് തന്നെ അങ്ങ് പോയേനെ. പക്ഷേ ഇപ്പോൾ അവർ സടകുടഞ്ഞ് എന്താണ് പറ്റിയതെന്ന് പരിശോധിക്കുകയും കുറേ കൂടെ പണിയെടുക്കേണ്ടതുണ്ടെന്ന് തോന്നലുണ്ടാകുകയും ചെയ്തിരിക്കുന്ന LDFനെയാണ് ഇവർ നേരിടേണ്ടത് എന്ന കാര്യവും കൂടെയുണ്ട്.